നാഗേഷിയാണ്. അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. കൂടാതെ പാർട്ടിയുടെ ജില്ലയുടെ പ്രഭാരി ശ്രീ MV ഗോപകുമാർ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. നമ്മുടെ തൃശൂർ സിറ്റി ജില്ലയുടെ പ്രഭാരി കൂടിയാണ്. അദ്ദേഹം ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. പാർട്ടിയുടെ മേഖലാധ്യക്ഷൻ ശ്രീ A. നാഗേഷ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസം 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം വളരെ ഗൗരവത്തിൽ കാണുകയാണ്. ട്രെയിനിലുണ്ടായ TTRയുടെ പരിശോധനയും അതിനെ തുടർന്ന് റെയിൽവേ പോലീസ് എടുത്തിരിക്കുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ വിഷയം ഉണ്ടായ ഉടൻ തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായിട്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെടുകയും നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കേസിൽ അവിടെ ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അതുപ്രകാരം അന്വേഷണം നന്നായിട്ട് നടക്കുന്നു. യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വിധേയമാകാതെ നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം അവിടെ ഉറപ്പുവരുത്താൻ BJP സംസ്ഥാന ഘടകത്തിന് സാധിച്ചു. നമുക്കറിയാം, നക്സൽ ഭീഷണിയും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം. അവിടെ നക്സൽ ഭീഷണിയെ തടയുന്നതിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വളരെ വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. എങ്കിൽ ഇപ്പോഴും നക്സൽ ഭീഷണി ആ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ആദിവാസി സമൂഹം 75% ആദിവാസി വനവാസി സഹോദരന്മാർ ജീവിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ പല രീതിയിലുള്ള പ്രലോഭനങ്ങളും ഭീഷണികളും കൊണ്ട് അവിടെ മനുഷ്യക്കടത്ത് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനവുമാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ട്രെയിനിലും അതുപോലെ തന്നെ മറ്റ് യാത്രാ സ്ഥലങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് TTRയുടെ പരിശോധനയും റെയിൽവേയുടെ കേസെടുത്തതുമായിട്ടുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിൽ 2 കന്യാസ്ത്രീകൾ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതാണ് BJP ഗൗരവമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതീവ ഗൗരവത്തിൽ ആ വിഷയം എടുക്കുകയും മുഖ്യമന്ത്രിയുമായിട്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ട് ഇടപെട്ട് സത്യസന്ധവും നീതിപൂർവവുമായിട്ടുള്ള ഒരു അന്വേഷണം ഉറപ്പുവരുത്തി നിരപരാധികളാണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. മാത്രമല്ല, പാർട്ടി ആ കന്യാസ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ സഭാംഗങ്ങൾക്കും പൂർണ്ണ സുരക്ഷിതത്വവും നീതിയും നൽകാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണിയും സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജും അടങ്ങുന്ന സംഘം ആ സംഭവം ഉണ്ടായ ആ സമയം മുതൽ തന്നെ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങളുമായിട്ടും സഭാ നേതാക്കന്മാരുമായിട്ടും അവിടുത്തെ പോലീസ് ഭരണകൂട സംവിധാനങ്ങളുമായിട്ടും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ ധാർമ്മികമായിട്ടും ചെയ്യാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു വരുന്നു. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ തന്നെ എത്തുന്നു. അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായവും അവിടെ ചെന്നു നിന്ന് അവിടുത്തെ സംസ്ഥാന സർക്കാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിരിക്കുകയാണ്. അതുപ്രകാരം ശ്രീ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഛത്തീസ്ഗഡിലെത്തി അതിനുവേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യും. ഇന്ന് തന്നെ ശ്രീ അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ നേതൃത്വത്തിൽ ചെയ്യും എന്ന് പാർട്ടി സഭാ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ മതമേലധ്യക്ഷന്മാർക്കും
കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഉദ്ദേശം. ഇവിടെ BJPക്കെതിരായിട്ടുള്ള ചില വിമർശനങ്ങൾ വർഗീയ ചുവയോടുകൂടി വർഗീയ അന്തരീക്ഷം കലുഷിതമാക്കാനായിട്ട് ചില ആൾക്കാർ ഒരുമ്പിട്ടിറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരു മന്ത്രി അതിനെ സംബന്ധിച്ചുള്ള നടത്തിയ ചില പരാമർശങ്ങൾ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഇതിനെ വർഗീയമായിട്ട് കാണുന്നതിന് പകരം ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമായിട്ട് കാണുകയാണ് സാധാരണ നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ ചെയ്യേണ്ടത്. പക്ഷെ പലരും ഇതിനെ കുത്തി അതിൽ മുളക് തേച്ച് പലരെയും വേദനിപ്പിച്ച് അതിൽ അസ്വസ്ഥതയുണ്ടാക്കി മുതലെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ശ്രമം പല ഭാഗത്തും നടക്കുന്നു. അതിൽ BJP പ്രതിഷേധിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ അവിടെ ഭരിക്കുന്നത് BJP-യാണ്. BJPക്ക് ഛത്തീസ്ഗഡിലെ നിയമ സംവിധാനങ്ങൾ പരിരക്ഷിക്കാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അത് കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു ഛത്തീസ്ഗഡ് എന്ന് എല്ലാവർക്കും അറിയാം. നക്സൽ ഭീഷണിയും അതോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ കാരണം കുത്തഴിഞ്ഞ ഒരു നിയമ സംവിധാനം നിലനിന്നിരുന്ന ഛത്തീസ്ഗഡിന് വീണ്ടും നിയമത്തിന്റേതായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പരിധിവരെ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ വിമർശിക്കുന്ന ആൾക്കാർ അവർ മനസ്സിലാക്കണം, അവർ ഇവിടത്തെ ബിഷപ്പുമാരെയും അതോടൊപ്പം തന്നെ മതമേലധ്യക്ഷന്മാരെയും ഒക്കെ അപഹസിക്കുകയും അവഹേളിക്കുകയും നികൃഷ്ട ജീവികളെന്നും അതോടൊപ്പം തന്നെ സഭയെ മുഴുവൻ അവഹേളിക്കുന്ന രീതിയിൽ രൂപത എന്നൊക്കെ പറഞ്ഞ് അതിനെ കളിയാക്കിയ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇരിക്കുന്ന ആ പാർട്ടിയുടെ മന്ത്രിയാണ് ശിവൻകുട്ടി ഇന്ന് BJPയെ വിമർശിച്ചു വരുന്നത് എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇന്ന് പാർലമെന്റിന്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP-മാരും MLA-മാരും ഒരു പേപ്പർ കഷണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. ഇത് ഇവർ മനസ്സിലാക്കേണ്ടത് ഇടുക്കി ബിഷപ്പ് ഹൌസ് ആക്രമിച്ച ആ ആള് ആ പേപ്പർ ഉയർത്തിപ്പിടിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോട്ടയത്ത് ക്രിസ്മസ് കരോളിന് നേരെ ആക്രമണം അഴിച്ചുവിട്ട CPM-കാരും ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാരും ആ പേപ്പർ കഷണം ഉയർത്തിപ്പിടിച്ചുള്ള ഈ പ്രതിഷേധ നാടകത്തിൽ പങ്കാളിയാണ്. ഞങ്ങൾ അത്തരത്തിലുള്ള പ്രതിഷേധ നാടകത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ രംഗത്തിറങ്ങി അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു വളരെ ക്രിയാത്മകമായിട്ട് ഇവിടുത്തെ സഭാ നേതൃത്വത്തിനോടൊപ്പവും അതോടൊപ്പം തന്നെ പ്രതിയാക്കപ്പെട്ട ആ കുടുംബത്തിനോടൊപ്പം ആ 2 കന്യാസ്ത്രീകളുടെ കുടുംബത്തിനോടൊപ്പം BJP വളരെ ഭാവാത്മകമായിട്ടാണ് ഇടപെടുന്നത്. അവർക്ക് നീതി നടപ്പാക്കും, നീതി ഉറപ്പാക്കും. അതാണ് BJPയുടെ ഉറപ്പ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ ഉറപ്പാണ് ആ കുടുംബത്തിനും സഭാ നേതൃത്വത്തിനും നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജ് അദ്ദേഹം ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. നമസ്കാരം. വെള്ളിയാഴ്ചയാണ് ദൗർഭാഗ്യകരമായ ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം അന്ന് ഈ 2 സിസ്റ്റർമാരും റിമാൻഡിലായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത്, പുറലോകമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മുതൽ ഈ നിമിഷം വരെ, ഇന്ന് രാവിലെ ഈ നിമിഷം വരെ ആ 2 സിസ്റ്റർമാർക്ക് നീതി ഉറപ്പാക്കുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും ബഹുമാനപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട്. അവിടെ ഈ സിസ്റ്റർമാരുടെ മഠത്തിലും അതോടൊപ്പം റെയിൽവേയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അടിസ്ഥാനപരമായി ഇവിടെ സംഭവിച്ചത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ ആളെ കാണുകയും അവിടെ നിന്നും അതിനെ തുടർന്ന് ചോദിച്ച ചർച്ചകളിൽ ഇവർക്ക് കാര്യങ്ങൾ വ്യക്തമാകാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സുരേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അത് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്താൻ കാരണമായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയം പെട്ടെന്ന് ഈ 2 സിസ്റ്റർമാർക്ക് നേരെ തെറ്റിദ്ധാരണ ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് ഈ 2 സിസ്റ്റർമാർ ഈ 3 പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ
നേരിട്ട് റെയിൽവേ പോലീസിന് മൊഴി കൊടുത്തു എന്നതാണ് ഇപ്പോൾ ഉള്ള നമുക്ക് ഏറ്റവും അവസാനമുള്ള അപ്ഡേറ്റ്. അവരുടെ മൊഴിയിൽ ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ല എന്നും മതപരിവർത്തനത്തിന് വേണ്ടി അല്ല കുട്ടികൾ പോയതെന്നും ഈ സിസ്റ്റർമാരുടെ ഇടപാടിൽ ഈ കുട്ടികൾക്ക് ജോലി നൽകാൻ വേണ്ടിയാണ് പോയതെന്നും റെയിൽവേ പോലീസിന് ഇന്നലെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് പോലീസ് കസ്റ്റഡിയിലല്ല ഇവരുള്ളത്, ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവരെ വെള്ളിയാഴ്ച റിമാൻഡ് ചെയ്തു. സ്വാഭാവികമായും ഇങ്ങനൊരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ മാത്രമേ അവർക്ക് ജാമ്യം ലഭിക്കൂ. ആ ജാമ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും. ആ ജാമ്യാപേക്ഷയിന്മേൽ ജുഡീഷ്യറി, പ്രത്യേകിച്ച് അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി എടുക്കുന്ന തീരുമാനം എന്താണ്, അവിടേക്ക് റെയിൽവേ പോലീസിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ റെയിൽവേ പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ബാക്കി കോടതിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും ഇടപെടാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് ഈ രണ്ട് സിസ്റ്റർമാർക്കും നീതി ലഭ്യമാക്കാൻ എന്തു ചെയ്യണോ അതെല്ലാം BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും പാർട്ടിയുടെ കേന്ദ്ര ഘടകവും നീതി ലഭ്യമാക്കാൻ, അവർ നിരപരാധികളാണ് എങ്കിൽ അവർക്ക് ഇനിയും ഈ വിഷയത്തിൽ ദുരിതം അനുഭവിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം BJP സംസ്ഥാന കേന്ദ്ര ഘടകങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി, 2 ഇന്ന് 3-ാമത്തെ ദിവസം, 3 ദിവസമായി ഞങ്ങൾ നിരന്തരമായി അവിടുത്തെ കോൺഗ്രിഗേഷനുമായി ബന്ധപ്പെട്ടും ഇവിടെ സിസ്റ്റർമാരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെട്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് ഉടൻ തന്നെ അവർക്ക് നീതി ലഭ്യമാക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് മനുഷ്യക്കടത്തിനും ഒപ്പം തന്നെ മതപരിവർത്തനത്തിൽ ഉൾപ്പെടെയാണ് കേസെടുത്തിരിക്കുന്നത്. FIR ഇടുകയും ചെയ്തു. ഇനി അതിന്മേലുള്ള ഒരു തിരുത്തെങ്ങനെയുണ്ട് സാധാരണ? അതിനെ സംബന്ധിച്ച് ഇന്നലെ അവരുടെ മൊഴിയിൽ ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഇനി പരിശോധിക്കേണ്ടത്. FIR ഇട്ടു, ആദ്യത്തെ ഒരു മൊഴി, പരാതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR ഇടുക, കസ്റ്റഡിയിൽ കിട്ടുന്ന ഗതിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. മജിസ്ട്രേറ്റിന് മുമ്പിൽ ആര് എന്തെന്നുള്ളത് പ്രശ്നമല്ലല്ലോ, മുമ്പിൽ കിട്ടുന്ന FIR-ലെ സെക്ഷൻസ് മാത്രമാണ് പ്രശ്നം. അതിന് BNS സെക്ഷൻ 143(3)ഉം അതുപോലെ ഈ മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4-ഉമാണ് ഇതിനകത്ത് FIR ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇവരുടെ മൊഴി വിശ്വസനീയമായി എടുത്താൽ അവിടെ റെയിൽവേ പോലീസാണ്, ലോക്കൽ പോലീസല്ല, റെയിൽവേ പോലീസാണ്. അപ്പൊ ഈ മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് കൺവേർഷൻ നടന്നാൽ ഈ കുട്ടികൾ ക്രിസ്ത്യാനികളാണ്, ഈ പെൺകുട്ടികൾ ക്രിസ്ത്യാനിസ് ആണെന്നാണ് നമുക്ക് കിട്ടുന്നത് വരും. അപ്പൊ അവിടെ ഒരു കൺവേർഷന്റെ എലമെന്റ് ഇല്ല. 2, ഇവരെ ജോലിക്ക് കൊണ്ടുപോയതാണെന്നുള്ള എല്ലാ പ്രൂഫും അവരുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോ ഇത് ഹ്യൂമൻ ട്രാഫിക്കിന്റെ എലമെന്റ് അവിടെ ഇല്ല എന്ന് ഇവരുടെ മൊഴിയിലൂടെ അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് റെയിൽവേക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും. അഡീഷണൽ റിപ്പോർട്ട്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കാം. അത് ഡിസ്ക്രിപ്ഷൻ ഓഫ് മജിസ്ട്രേറ്റ്, കാരണം നോൺ ബെയിലബിൾ സെക്ഷൻ ആണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ നിയമ നടപടികൾ ആവശ്യം വരും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, കാരണം അത് മജിസ്ട്രേറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്, നമ്മൾക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ നിന്ന് തന്നെ നമുക്ക് നീതി ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ, ജുഡീഷ്യൽ പ്രോസസ്സാണ്. അത് ഈ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ ആശങ്ക ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, പലയിടത്തും ബീഹാറിലും ഒഡീഷയിലും അടക്കം ഒരു കൊല്ലത്തിനിടയിൽ നിരന്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അത്തരം വിഷയങ്ങൾ എവിടെയൊക്കെ ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നിങ്ങൾ CBSEയോട് തന്നെ ചോദിക്കുക. ഈ കഴിഞ്ഞ 1 വർഷക്കാലത്തിനിടയിൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 1 വർഷക്കാലം എന്റെ ഇത് പറയല്ല, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വന്നതിന് ശേഷം അതിന് കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടയിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ BJP വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സംവിധാനങ്ങളിൽ നമുക്കറിയാം ഇത്രയും വലിയൊരു രാജ്യത്ത് 150 കോടി ജനം ജീവിക്കുന്നത് ഏകപക്ഷീയമായ സംഭവങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷെ അത്തരം വിഷയങ്ങൾ അറിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതിനായി പറയാനുള്ള ഒരു കാര്യമുണ്ട്. പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്.
ഇവിടെ ഇവിടെ അനുശോചനം രേഖപ്പെടുത്തുകയല്ല BJP ചെയ്യുക. അവിടെ എങ്ങനെ അതിന് പരിഹാരം കാണാൻ കഴിയുന്നത്? ഇവര് എന്തെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഇഷ്യൂസ് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന കോൺഗ്രസ്സാണ് ഇവിടെ ഉള്ളത്. കാരണം BJPയിലെ നേതൃനിരയിലും BJPയിലേക്കും വലിയ രീതിയിൽ ക്രൈസ്തവ സമൂഹം കടന്നു വരുന്നതിൽ വലിയ അസ്വസ്ഥതയാണ് ഇവിടെ കോൺഗ്രസും CPM-നുള്ളത്. അവര് ഇപ്പൊ എന്തൊരു സ്നേഹമാണ് കാണിക്കുന്നത്. ഇവിടെ കേരള സംസ്ഥാനത്ത് ഇതിന്റെ ഇരട്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒന്നും സംസാരിക്കാൻ ഇവർക്കില്ല. പക്ഷേ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനെ കേരളത്തിൽ പെരുപ്പിച്ച് കാണിക്കാൻ ഇപ്പൊ ഇതേ കോൺഗ്രസ് ഇതിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നു, ഇതേ കോൺഗ്രസ് കർണാടകയിൽ കൊണ്ടുവന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താണ് അടിസ്ഥാനപരമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം BJPയോട് അടുക്കുന്നു എന്നുള്ള ആകുലത നോർത്ത് ഇന്ത്യ ഇഷ്യൂസിനെ പെരുപ്പിച്ച് കാണിക്കാൻ. എന്നാൽ ഇവർ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ട് ഈ നിമിഷം വരെയും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ കുടുംബത്തെയോ അല്ലെങ്കിൽ അവിടെ ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളെയോ നിയമപരമായ സഹായങ്ങൾ നൽകുവാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് എഴുതിയെന്ന് പറഞ്ഞ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. 2 ദിവസമായി, 2 അല്ല, ഇപ്പൊ ഏറെക്കുറെ കൃത്യമായി പറഞ്ഞാൽ 70 മണിക്കൂറായി അവർ അറസ്റ്റിലായിട്ട്. ഇപ്പൊ ഇന്ന് രാവിലെ കത്തെഴുതിയതല്ലാതെ ആ കുടുംബത്തിന് നിങ്ങൾ ആ കുടുംബത്തോട് അന്വേഷിക്കൂ ഞങ്ങൾ എന്താ ചെയ്തതെന്ന്. നിങ്ങൾ ഛത്തീസ്ഗഡിലെ ആ സിസ്റ്റർമാർ അവിടുത്തെ സിസ്റ്റർമാരോട് അന്വേഷിക്കൂ ഞങ്ങൾ എന്ത് ചെയ്തുവെന്ന്. അവിടെ വൈദികരുണ്ട് അവരോട് അന്വേഷിക്കും ഞങ്ങൾ എന്ത് ചെയ്തുവെന്ന്. നിങ്ങൾ അവിടുത്തെ റെയിൽവേ പോലീസിനെ അന്വേഷിക്കും ഞങ്ങൾ എന്ത് ചെയ്തുവെന്ന്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഞങ്ങൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂല് എന്തു ചെയ്തു എന്ന് പോലും എന്താണ് വിഷയം എന്ന് പോലും ഈ പറയുന്ന നേതാക്കന്മാരോട് എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു നോക്കി അവർക്ക് അറിയില്ല. നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടായി, അത് BJPയുടെ കുറ്റമാണ്. BJP എന്ത് കുറ്റമാണ് ചെയ്തത്? അവിടെ ആ രാജ്യം ഭരിക്കുന്ന ആ സംസ്ഥാനം ഭരിക്കുന്ന BJP ആണ്. ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാൻ കഴിയുന്നത് ആ സിസ്റ്റർമാർക്ക് നീതി ലഭ്യമാകും. അത് ഞങ്ങളുടെ വാക്കാണ്, രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കാണ്, BJP സംസ്ഥാന കമ്മിറ്റിയുടെ വാക്കാണ്, കേന്ദ്ര സർക്കാരിന്റെ വാക്കാണ്. ആ സിസ്റ്റർമാർക്ക് നീതി ലഭ്യമാകും. അതിന് എത്ര സമയമെടുക്കുമെന്നുള്ളതൊരു ജുഡീഷ്യൽ പ്രോസസ്സാണ്. അവിടെ അവർക്ക് നീതിപൂർവമായ അന്വേഷണം, ആ സിസ്റ്റർമാർക്ക് നീതിപൂർവമായി അവർ നിരപരാധികളാണ് എങ്കിൽ അവർക്ക് നീതി ലഭിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനവും ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ.